ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും കിട്ടാത്തവരൊക്കെ ഒരു ഇന്നോവ ഒറിജിനൽ കേരള വണ്ടി വി ഓപ്ഷൻ. കേരള വണ്ടി ഒറിജിനൽ കേരള വി ഓപ്ഷൻ വണ്ടി കേരളത്തിൽ എങ്ങും കിട്ടാത്തവരൊക്കെ നമ്മൾ വരാം. ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. വെറും 2,15,000 രൂപ കൊടുക്കാം കേട്ടോ. 2,15,000. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും വന്ന് നിൽക്കുന്നത് തലയോൽപ്പറമ്പിലാണ്. തലയോൽപ്പറമ്പ് ഫ്ലൈ വീൽസിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മളിപ്പോൾ കളക്ഷൻസ് ആയിട്ട് കയറിയിട്ടുണ്ട് ഫ്ലൈ വീൽസിൽ. അപ്പൊ ഇവർക്ക് 2 ഷോറൂമായിട്ടാണ് തലയോൽപ്പറമ്പിൽ തന്നെ ഉള്ളത്. അപ്പൊ 2 ഷോറൂമിലും വണ്ടി നിറച്ച് കിടക്കുകയാണ്. 2 വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണം പ്രമാണിച്ച് കുറേ ഓഫറും കാര്യങ്ങളും എല്ലാം ഫ്ലൈ വീൽസ് നമ്മൾ ഇപ്രാവശ്യം ഇവർ ചെയ്യുന്നുണ്ട്. കുറേ ഓഫറും കാര്യങ്ങളും 5 LED TVയും കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറക്കുന്ന വണ്ടികളും കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഇപ്രാവശ്യത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമുക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ നോക്കി വെച്ചിട്ട് കണ്ട് ഡീറ്റെയിൽ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ അമീന നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ അല്ലേ? അപ്പൊ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ആദ്യത്തെ വണ്ടി ഓക്കെ 2017 മോഡല് ഹോണ്ട സിറ്റി പെട്രോൾ വണ്ടി വി ഓപ്ഷൻ. വെറും 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എങ്ങും കിട്ടാത്ത പൈസ എനിക്ക് തരാം. എങ്ങും കിട്ടാത്ത പൈസ തരാം. വെറും 7,25,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കിട്ടും. 7 ലക്ഷം രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. കൂടി പോയാലും 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കിയാൽ മതി. കാരണം ഈ വണ്ടിയുടെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ 8 രൂപ 8,000 രൂപ കണ്ണും പൊട്ടി മാർക്കറ്റ് വിലയുള്ള വണ്ടിയാണ്. മാക്സിമം നമ്മൾ ഓഫർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. 7,25,000 രൂപക്ക് ആദ്യം വണ്ടി കസ്റ്റമർ ആണ് അങ്ങനെ അവർക്ക് ഒരു ടിവിയും കൂടെ കൊടുത്തേക്കാം. അപ്പൊ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ 2000 ഫുള്ള് ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്, 63,000 കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇന്ത്യയിലെ ഓപ്ഷൻ വി ഓപ്ഷൻ. ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാം പക്ക ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അപ്പൊ 7,25,000 രൂപയാണ് ഈ വണ്ടിയുടെ ചോദിക്കുന്ന വില എന്ന് പറയുമ്പോഴത്തേക്കും 2017 മോഡൽ അല്ലേ? 17 മോഡൽ ഹോണ്ട സിറ്റി പെട്രോൾ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. 63,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ എടുത്തു പറയത്തക്ക ഇടിയും കാര്യങ്ങളും അങ്ങനത്തെ യാതൊരുവിധ റിപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും വണ്ടിക്കകത്തില്ല. വണ്ടി വളരെ ക്ലീൻ ഒരു വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡോർ പവർ സൺറൂഫിന്റെ ഒരു കുറവേ ഉള്ളൂ. ഓക്കെ. അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ സാധനവും ഓക്കെ. അത്യാവശ്യം ടോപ്പ് എൻഡ് വേരിയന്റ് ഒരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വെറും 25,000 രൂപയ്ക്കകത്ത് നമുക്ക് ഇത് ഡൗൺ പേയ്മെന്റ് അടച്ച് എടുത്തോണ്ട് പോകുന്നതാണ്. അതായത് 7 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപ ഇതിനകത്ത് ഗ്യാരണ്ടി ആയിട്ട് ഫിനാൻസ് ഉറപ്പായിട്ട് കിട്ടും. പ്രൊഫൈൽ ഉണ്ട് 7,500 ആണെങ്കിലും കയറും. ഞാൻ പറഞ്ഞ 8, 8,15, 8,45 വരെയൊക്കെ ഈ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി കേട്ടോ, മാരുതി സുസുക്കി എർട്ടിഗ കാണിച്ചാലോ? 2015 മോഡലിൽ 1,30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി എർട്ടിഗ ZDI പ്ലസ് സ്മാർട്ട് ഹൈബ്രിഡ്. എന്ത് വില? വെറും 6,25,000 രൂപ. 6,25,000. അതായത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓരോ 10,000 കമ്പനിയിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുള്ള് നമുക്ക് ഇവിടെ ഇൻഡസ് ഉണ്ടല്ലോ, ഇൻഡസിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് എടുത്താൽ മതി വണ്ടി. ആ അവസരം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ മാരുതിയുടെ ഇൻഡസ് ഉണ്ട്, മാരുതി ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്. എവിടെ വേണേലും നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒന്നല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പുകാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ നിങ്ങൾ വണ്ടി കണ്ടല്ലോ, തീർച്ചയായിട്ടും നല്ലൊരു വണ്ടിയാണ്. ഈ കാണുന്ന ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്തുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി ഏറെക്കുറെ എത്ര ഓടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഈ വണ്ടി വെറും 1,30,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ആകപ്പാടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കിയുടെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കിയുടെ ഗ്ലാസ് ഏത് ആക്സിഡന്റ് ആയിട്ടൊന്നും മാറിയതല്ല. ആ കൊച്ച് ഒരു പ്രാവശ്യം കളിച്ച് ലോക്കായി പോയിട്ട് എടുത്ത് പൊട്ടിച്ച് മാറിയതാണ്. അങ്ങനെ ഒരു ഡിക്കിയുടെ ഈ ഗ്ലാസ് അല്ലാണ്ട് വേറെ ഡിക്കി മാറിയിട്ടൊന്നുമില്ല. ഡിക്കിയുടെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് ഇടിച്ചതോ പിടിച്ചതോ ഒന്നുമല്ല. അപ്പൊ ഉള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞാണ് വണ്ടികളെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 6,25,000 രൂപയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി, സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി, 2015 വണ്ടി. 2015. അപ്പൊ നിങ്ങൾ വിലയും കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. 6,25,000 രൂപ
2015 വണ്ടി. 2015 Ertiga. അപ്പൊ ഇത് ഫുൾ ഫിനാൻസ് കിട്ടുന്നല്ലേ പറഞ്ഞത്? ഇത് ഫുൾ ഫിനാൻസ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏറെക്കുറെ 1 ലക്ഷം രൂപ മതിയാവും. ഒരു 5-5.5 രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ 5-5 രൂപ വരെ കിട്ടുവാണെങ്കിൽ 12 വണ്ടിക്ക് 4 രൂപ ലോൺ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കസ്റ്റമർ. ഓക്കെ ഓക്കെ, അപ്പൊ ഏറെക്കുറെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കിക്കൊണ്ടുപോകാം. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി നമുക്ക് വേണം വാറന്റി ഇട്ട് കൊടുക്കാവുന്ന ഒരു Ertiga വെച്ചാലാ. വാറന്റി മീൻസ് അപ്പൊ എങ്ങനെയാ? ഫുൾ എഞ്ചിൻ പണിത വണ്ടി. ഫുൾ എഞ്ചിൻ 1 ലക്ഷം രൂപ മേലെ ആക്കി എഞ്ചിൻ പണിത് ഫുള്ള് സെറ്റ് ആക്കി വെക്കണ വണ്ടി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ വണ്ടി നിങ്ങൾ കണ്ടല്ലോ. ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് എല്ലാം ക്ലീൻ ആക്കി 3 മാസം വാറന്റി കൊടുക്കാം, അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമുക്ക് വാറന്റി ഉറപ്പായിട്ടും കൊടുക്കാവുന്ന വണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ വാറന്റി ആണ് ഈ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മാസം. എല്ലാ വണ്ടിക്കും എനിക്ക് ഓഫർ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന് എനിക്ക് ഓഫർ കൊടുക്കാം. അപ്പൊ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ കിടക്കുന്നത്. ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2016 മോഡൽ Ertiga VDI. ഓക്കെ, നമുക്ക് അതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. 2011 മോഡൽ അല്ലേ? 2012 മോഡൽ Ertiga VDI ഡീസൽ ആണ് ഈ കിടക്കുന്നത്. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷത്തിലെ മേജർ സർവീസും കാര്യങ്ങളെല്ലാം തീർന്നു. അതൊക്കെ കഴിഞ്ഞാണ്. എഞ്ചിനും മടതാണ്. വണ്ടി ഇപ്പൊ ക്ലീൻ ആണ്. വണ്ടി ഇപ്പൊ കണ്ടീഷൻ ക്ലീൻ ആണ്. എടുക്കുന്ന വേറെ വാറന്റി പറഞ്ഞത് ഒന്നും ചെയ്യണ്ട. ഓക്കെ, 3 മാസത്തേക്ക് എഞ്ചിൻ വാറന്റി കൊടുക്കാം. അപ്പൊ ഈ വണ്ടി കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഒരു മെക്കാനിക്കും കൊണ്ട് വന്നോട്ടെ അല്ലെ? കൊണ്ടുവന്ന് വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് നോക്കി വണ്ടിയുടെ ഭാഗങ്ങളെല്ലാം ഒക്കെ നോക്കി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഓണർ വണ്ടിയാണ്. Ertiga 2014 സിംഗിൾ ഓണർ വണ്ടിയും കിടപ്പുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. ആ പണിയുടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്തൊന്നും കുറയ്ക്കും. അതൊക്കെ നമ്മളിപ്പോ പണിതൊന്നും പറഞ്ഞ നമ്മൾ അങ്ങനെ പറയണല്ലോ. കാരണം എനിക്ക് 5 ലക്ഷം രൂപ പണിതൊന്നും പറഞ്ഞ് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഒരു മാർക്കറ്റ് വില ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഈ Ertiga നമുക്ക് 3 മാസത്തെ വാറന്റിയോട് കൂടി നമുക്ക് ഫ്ലൈ വീൽസിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതാണ്. അപ്പൊ ഇതിന്റെ ചോദിക്കുന്ന വില എന്ന് പറയുമ്പോഴത്തേക്ക് 4,65,000 കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും പിന്നെയും അവൻ കുറച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫൈനാൻസ് കയറുന്ന വണ്ടിയല്ലേ? 4 രൂപ ഫിനാൻസ് കയറും. ഓക്കെ, അപ്പൊ ഏറെക്കുറെ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ കേട്ടല്ലോ, 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അത് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു ക്ലീൻ പീസ് വണ്ടിയാണിത്. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഇത് 2013 മോഡൽ Ertiga VDI. മറ്റേ വണ്ടിക്ക് ഇച്ചിരി വില കൂട്ടിയെന്ന് പറഞ്ഞ ആരും ഒന്നും പറഞ്ഞു വരണ്ട. മാക്സിമം വില കുറച്ച് കൊടുക്കാവുന്ന 2013 മോഡൽ VDI സിംഗിൾ ഓണർ വണ്ടി. 1,20,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. വേറെ 4,25,000 രൂപ കൊടുത്തേക്കാം. 4,25,000 രൂപ ഹൈ ക്വാളിറ്റി വണ്ടി. 4,25,000 രൂപയ്ക്ക് കിടക്കുന്ന ഒരു 2013 Ertiga VDI കേട്ടോ. 2013 മോഡൽ വണ്ടിയാണ്. അപ്പൊ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പുതിയ മോഡൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സീറ്റ് കവർ തന്നെ ഏകദേശം ഒരു 4,000 ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ വണ്ടിക്ക് വേറെ റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ക്ലീൻ ഒരു വണ്ടിയാണ്. 2013 മോഡൽ വണ്ടിയാണ് ഈ കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. അവിടെ ഇവിടെയൊക്കെ അല്ലേ? അത് സ്വാഭാവികമായ വണ്ടികൾ കാണുമല്ലോ. 2013 മോഡൽ വണ്ടിയല്ലേ? അപ്പൊ ഈ വണ്ടിയുടെ ചോദിക്കുന്ന വില 4,25,000 രൂപ. എത്ര രൂപ ഫിനാൻസ് വേണ്ടി വരും? ഇതൊക്കെ 4 രൂപ ഫിനാൻസ് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഞാൻ പറയില്ല 2012 വണ്ടിക്ക് 4 രൂപ കിട്ടും. 13 വണ്ടിക്ക് എന്തായാലും 4 രൂപ വരെ കിട്ടുക ഉറപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. ഇവിടെ കാണുന്ന വണ്ടികൾ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സും കാര്യങ്ങളും നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ വണ്ടി വിറ്റ് പോകുന്നതിന് മുന്നേ നിങ്ങൾ വിളിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുക. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് പോകാം. 2015 മോഡല് ആൾട്ടോ 800. 2015 വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2015 സെക്കൻഡ് ഓണർഷിപ്പ് ആൾട്ടോ 800 ആണ്. കേട്ട ഏതാ വേരിയന്റ് വരുന്നത്? LXI വണ്ടിയാണ്. ഓക്കെ, LXI വരുമ്പോഴത്തേക്കും പവർ വിൻഡോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരും. ബാക്ക് കറക്കും. അത് നമുക്ക് വേണം പവർ വിൻഡോ വരണമെങ്കിൽ 2,500 രൂപ ആ റേഞ്ച് ഒക്കെ ആവുള്ളൂ. കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊക്കെ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെറ്റ് അഡീഷണൽ കയറ്റിയേക്കണാണ്. ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. വെറും 2,15,000 രൂപ കൊടുക്കാം കേട്ടോ. 2,15,000 രൂപക്ക് ആൾട്ടോ ഒരു 5-8 10 കിടപ്പുണ്ട്. 2018 ആൾട്ടോ കൊടുക്കാം 2,65,000 രൂപക്ക്. 2015 കൊടുക്കാൻ 2018 കിടപ്പുണ്ട്, 2019 കിടപ്പുണ്ട്, 20 കിടപ്പുണ്ട്, 21 കിടപ്പുണ്ട്, 23 കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് മാക്സിമം ഫിനാൻസ് കിട്ടും. 10 രൂപ റേഞ്ച് എന്താണെന്ന് കൈ കണ്ടാൽ മതി. വണ്ടി കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു, അത് 2,15 എന്ന് പറഞ്ഞാൽ നല്ലൊരു റേഞ്ചാണ്.
അപ്പൊ ഹൈ ക്വാളിറ്റി വണ്ടി ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നടക്കുന്നത്. ഫുള്ള് ക്വാളിറ്റി വണ്ടി. അടുത്ത് നമുക്ക് ഇയോൺ കൊടുക്കാം. മുഴുവൻ പൊടി ഇടിച്ച് കിടക്കണ ഈ ഫ്രണ്ടിൽ കിടക്കണോണ്ടാട്ടോ. ഇയോൺ 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കാണുന്ന ഇയോൺ വരെ നമ്മൾ എത്തിയായിരുന്നു. തന്നെ കച്ചവടം ആയേക്കാണ്. അപ്പൊ അവരത് ഡെലിവറി ചെയ്യാണ്. ഇതാണ് മേടിച്ചേക്കുന്ന ആള്, നമ്മുടെ അമീനും ആൾക്കാരൊക്കെ ആയിട്ട് ഇതിപ്പോ ഡെലിവറി ചെയ്തോണ്ടിരിക്കുകയാണ്. കച്ചവടമായി. 2018 മോഡൽ വാഗണർ VXi ഓട്ടോമാറ്റിക് വണ്ടിയാ അല്ലേ? വെറും 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടർ യൂസിങ് വണ്ടിയാണ്. പൊങ്ങാൻ ഇടാൻ പറയണല്ല, ഒരു ഇതായിട്ട് കണ്ടുകൊണ്ട് നമ്മള് പറയണതാണ്. ഡോക്ടർ യൂസ്ഡ് ആണ് കേട്ടോ. അതായത് ഇതായിട്ട് നീ അത് പറഞ്ഞ എല്ലാവരും ഇപ്പൊ നല്ല വണ്ടിയാണോ? നമുക്ക് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നീ വന്നപ്പോ ഇതൊക്കെ കേട്ടിട്ടാ. ഇത് ഹോണ്ട സിറ്റി ഒക്കെ പുതിയ വന്ന വണ്ടികളാണ്. ഒക്കെ വാഷ് ചെയ്യാനുണ്ട്. ഇന്ന് ഏറിയ വണ്ടികളാണ് ഇതൊക്കെ. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഇട്ടേക്കണാണ്. ടയർ ഭാഗമൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 70 to 80% ടയറും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കൂടിയ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെറ്റൊക്കെ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. ഈ സീറ്റ് കവർ ഒക്കെ വേറെ കസ്റ്റമർ തന്നെ ചെയ്തേക്കുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അല്ലേ? വേറെ കസ്റ്റമർ തന്നെ ചെയ്തല്ലേ? കമ്പനി വന്ന ടയറാണ്. കമ്പനി അതായത് 30,000 കിലോമീറ്റർ പോയിട്ട് മാറാത്ത ടയറാണ്. 18 മോഡൽ വണ്ടിയല്ലേ? കാണത്തില്ല, അത്ര ഓടിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സീറ്റ് കവർ തന്നെ ഏകദേശം 4,000 രൂപ വില എടുത്ത് വരുന്ന ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ടച്ച് സ്ക്രീൻ തന്നെ ഒരു 7-8 രൂപ അല്ലെ? പിന്നില്ലേ, 8 അല്ല, അതിൽ കൂടുതൽ ഉറപ്പായിട്ടും. ഓക്കെ, അത്രയും വിലയും കാര്യങ്ങളൊക്കെ ഉള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. അലോയ് വീൽ അല്ല, ടയറാണ്. ഇതിന്റെ വേരിയന്റ് വരുമ്പോൾ ഏതാ? VXi വേരിയന്റ് ആണ്. VXi വേരിയന്റ് വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ചോദിക്കുന്ന വില നമുക്ക് 4,80,000 രൂപ കൊടുക്കാം. 4,80,000 രൂപ. 18 വണ്ടി സിംഗിൾ വണ്ടിയുടെ വിലക്ക് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വെറും 4,80,000. അപ്പൊ ഏകദേശം ഫൈനാൻസ് ഒക്കെ എത്ര വേണ്ടി വരും? ഇതിനൊക്കെ നമുക്ക് 4 രൂപ വരെയൊക്കെ ഫൈനാൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു 50-80 രൂപ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വണ്ടി കണ്ടല്ലോ, 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഓട്ടോമാറ്റിക് വാഗണർ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ വന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ അടുത്തൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും കിട്ടാത്തവരൊക്കെ ഒരു ഇന്നോവ ഒറിജിനൽ കേരള വണ്ടി V ഓപ്ഷൻ. കേരള വണ്ടി ഒറിജിനൽ കേരള V ഓപ്ഷൻ വണ്ടി കേരളത്തിൽ എങ്ങും കിട്ടാത്തവരൊക്കെ നമ്മൾ വരാം. കേരളത്തിൽ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി, വെറും 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. എല്ലാ സർവീസും കാര്യങ്ങളെല്ലാം ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, ടയർ ഭാഗം നോക്കിയാൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 60 to 70% ടയർ ഉണ്ട്. അലോയ് അല്ലേ? അലോയ് വീല്. എടാ V ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടി, റീ വണ്ടി അല്ല. കേരളത്തിലെ ഒരു റീ വണ്ടിയുടെ വിലക്ക് നമുക്ക് ഈ ഒറിജിനൽ കേരള വണ്ടി വന്നേക്കാം. ഇന്ത്യയിലൊക്കെ പക്ക 100-110% ഗ്യാരണ്ടി. വെറുതെ പറഞ്ഞല്ലേ, റീ വണ്ടിയുടെ വിലക്ക് ഒറിജിനൽ കേരള V ഓപ്ഷൻ വണ്ടി. ഓക്കെ, അപ്പൊ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനും ആഡ് ചെയ്തേക്കണല്ല, കമ്പനി വീട് ഒറിജിനൽ സെറ്റ്. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ വണ്ടിയുടെ സീറ്റ് ഭാഗങ്ങളും ഇന്ത്യൻ ഭാഗങ്ങളും എല്ലാം കണ്ടല്ലോ, നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ആണ് വണ്ടി. കിലോമീറ്റർ വണ്ടി 1,00,000 കിലോമീറ്റർ ഹൈലൈറ്റ് ആയിട്ട് പറയണോട്ടോ, അതൊക്കെ ഉള്ള കാര്യമാണ്. 1,00,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെന്യുവൻ കിലോമീറ്റർ. ഫുൾ ഹിസ്റ്ററി സഹിതം വണ്ടിയിലുണ്ട്. അതിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. കസ്റ്റമർ വരുവാണെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് വണ്ടിയുടെ അകം എല്ലാം കണ്ടല്ലോ, വൃത്തിയായി കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഇന്നോന്ന് പറഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഭാഗത്തോട് നമുക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല. 1,00,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞൊരു കിലോമീറ്റർ ആണ് ഇന്നോവയ്ക്ക് 1,00,000 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷൻ കിടക്കുന്ന ഒരു ഇന്നോവയാണ്. അതും 2015 മോഡൽ. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ കിടക്കുന്ന ഒരു ഇന്നോവയാണ് V ടോപ്പിന്റെ വേരിയന്റ്. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ പെട്ടെന്ന് വിളിച്ചോളൂ. ഇതൊക്കെ ഒട്ടേറെ ആൾക്കാർ ഓൾറെഡി വന്ന് കണ്ട് പോയേക്കണ വണ്ടികളാണ് മിക്കതും ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് കൈകാര്യം ചെയ്തോളാം. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ഇടുവാ. നമ്മുടെ അടുത്ത വണ്ടി എങ്ങും കിട്ടാത്തവരൊക്കെ ഒരു സ്വിഫ്റ്റ് വന്നാലാ? സ്വിഫ്റ്റാ? പിന്നെ എങ്ങും കിട്ടാത്ത വില. ഓക്കെ, അപ്പൊ പറഞ്ഞോ, ഏതാണ് മോഡൽ? 2014 മോഡൽ VXi, വെറും 90,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഓടിയ വണ്ടി. കമ്പനി സർവീസ് ഓണർഷിപ്പ് തേടാണ്. കമ്പനി സർവീസ് വണ്ടി 90,000 കിലോമീറ്റർ 3,75,000 രൂപ വരാം. 3,75,000. റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് മോഡൽ ഏതാന്ന് പറഞ്ഞാൽ 2014 VXi, ഒറിജിനൽ VXi, അല്ലാണ്ട് കൺവേർട്ടഡ് VXi അല്ല, ഒറിജിനൽ VXi. ഓക്കെ, അപ്പോ നമ്മള് വണ്ടിക്കാവും നോക്കി കഴിഞ്ഞാൽ ഇത് 100% ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്,
LCD സെറ്റ് കാര്യങ്ങളെല്ലാം കയറ്റിയേക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ മറ്റേ ഈ നിയോൺ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ആംബിയൻ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് പക്കാ ക്വാളിറ്റി വണ്ടി അതൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ സ്വിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിയുടെ ചോദിക്കുന്ന വില എന്ന് പറയുമ്പോൾ എങ്ങും കിട്ടാത്ത ആ വില ഒന്നും കൂടെ പറയാമോ? 3,75,000. അപ്പൊ കേട്ടല്ലോ, 3,75,000 രൂപയ്ക്കാണ് നമുക്ക് ഈ ഷിഫ്റ്റ് ഇവിടെ കിടക്കുന്നത്. ഏകദേശം എത്ര വേണ്ടി വരും ഫൈനാൻസ് ആണെങ്കിൽ? ഫുൾ ഫിനാൻസ്. അപ്പോൾ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയ വേറൊരു വണ്ടിയാണ് ഇതേ കിടക്കുന്നു. ഫ്ലൈ വീൽസ് അവൈലബിൾ ആണ്. വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് പോകാം. നമ്മുടെ അടുത്ത വണ്ടി നമുക്ക് 2013 സിംഗിൾ ഓണർ ഒരു റിറ്റ്സ് കാണിച്ചാലോ? വീഡിയോ റിറ്റ്സ് 2013 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ ടയർ 1,23,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള, ആക്സിഡന്റ് റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല, പക്കാ ക്വാളിറ്റി വണ്ടി. അലോയ് വീൽ വരുന്നുണ്ട് വണ്ടിക്കകത്ത്. ഒറിജിനൽ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 70% അല്ല, ഒരു 80. ഇത് പുതിയ ടയറാണോ? അതൊക്കെ പുതിയ ടയറുകളാണ് കിടക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, സീറ്റ് കവർ ചെയ്യണം. പിന്നെ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് ഗ്യാരണ്ടി ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വണ്ടി എടുക്കുന്നവൻ ഓടിച്ചോണ്ട് പോയാൽ മതി. അപ്പൊ നല്ലൊരു വണ്ടിയാണ് റിറ്റ്സ്. നമുക്ക് എപ്പോഴും മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ് റിറ്റ്സ് അല്ല. അപ്പൊ ഡീസൽ വണ്ടി, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി തപ്പി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു റിറ്റ്സ് ആണിത്. എന്താണ് ചോദിക്കുന്ന വില? നമുക്ക് 3,20,000 രൂപ കൊടുക്കാം. 3,20,000 ചാനലിന്റെ ഓഫറുകളാണ്. 3,20,000 രൂപ. നിങ്ങൾ കേട്ടല്ലോ, 3,20,000 രൂപയ്ക്കാണ് നമ്മുടെ ഈ ഡീസൽ റിറ്റ്സ് കൊടുക്കാൻ കിടക്കുന്നത്. അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് ഇതിപ്പോ? വേറെ 1,20,000 കിലോമീറ്റർ. 1,20 ഡീസലിൽ ഓടിയ വണ്ടിയാണ്. അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നേരിട്ട് വന്ന് നോക്കിയൊന്ന് ഓടിച്ച് കണ്ട് മാക്സിമം ഈ വണ്ടികളുടെ ഓരോ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി നമ്മുടെ ഒരു ചാനൽ വന്നിട്ടുണ്ട്. അമീൻ ഫ്ലൈ വീൽസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഓരോ വണ്ടികളുടെ അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അമീൻ ഫ്ലൈ വീൽസ് ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാലേ, ഇപ്പൊ നമുക്ക് സമയക്കുറവ് മൂലവും വെളിച്ചത്തിന്റെ പരിധി മൂലവും നമുക്ക് എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാക്സിമം നമ്മുടെ ചാനലിൽ ഓരോ വണ്ടിയുടെ വെച്ച് എനിക്ക് എടുത്ത് കാണിക്കാന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അടുത്ത വണ്ടി 2019 വണ്ടി. ഇത് എങ്ങും കിട്ടാത്തവരൊക്കെ ഞാൻ പറയട്ടെ, ഇതും കിട്ടും പറയാം. ഫുൾ ഫിനാൻസ് ഇട്ട് 2019 മോഡൽ ആൾട്ടോ 800, 2,85,000 രൂപ. 2019 മോഡൽ 2,85,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള, ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഇനി ഞാൻ ഇപ്പൊ വില കുറച്ചൊന്നും പറഞ്ഞു, ഇപ്പൊ ആക്സിഡന്റ് ആയതായിരിക്കും, അബ്രോം പിടിച്ചതായിരിക്കും, ഡോറ് അറിയായിരിക്കും എന്നൊന്നും പറയില്ല. ഒരു അപാകതയില്ലാത്ത സിംഗിൾ ഓണർ നേരിട്ട് നോക്കുമ്പോൾ ധൈര്യമായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രി കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്താൽ മതി. അതൊക്കെ 100% ഗ്യാരണ്ടിയാണ്. വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിലയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അപാകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ, നമുക്ക് മുദ്രപത്രത്തിൽ എഴുതി ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ അതിന് അപാകത ഇല്ലെന്ന്. അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? അപ്പൊ ഇത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,85,000 രൂപ. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. അപ്പൊ ഈ വണ്ടി വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇവിടെ വണ്ടി കിടപ്പുണ്ട്, തലയോൽപ്പറമ്പിലാണ് സ്ഥലം. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. 2019 VXi തന്നാലാ? 2019 മോഡൽ VXi. 2019 മോഡൽ ആൾട്ടോ 800 VXi. മറ്റേത് 69,000 കിലോമീറ്റർ. അത് LXi. ഇത് VXi 19 തന്നെ. അതും ചെറിയ വില ഉള്ളു കേട്ടോ. ഒന്നും കൂടുതൽ വില വയ്ക്കുന്നത് 3,000 രൂപ. 3,000 രൂപ. അപ്പൊ വണ്ടി കാണാൻ നല്ല സിംഗിൾ ഓണർ വണ്ടി ഇതൊക്കെ. ഓക്കെ, ഇനി ഇത് 19 വേണ്ടാത്തവർക്ക് 20 വണ്ടി 3,45 വരാനുണ്ട്. VXi തന്നെ, റെഡ് കളർ ആൾട്ടോ, സെയിം സാധനം. ഞാൻ പറഞ്ഞില്ല 5-8 ആൾട്ടോ ഉടപ്പുണ്ടെന്ന്. അപ്പൊ 19 ഇത് പറ്റിയാലെന്ന് പറയണവർക്ക് 3,45 20 വണ്ടി കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് 3,400 കിടക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2019 മോഡൽ പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, VXi ആണ്. അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. 69,000 കിലോമീറ്റർ കേട്ടോ. 69,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ കൂട്ടിക്ക് വന്നാലും 69,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കമ്പനി വന്നേക്കുന്ന കവറും കാര്യങ്ങളാണ് വണ്ടിയുടെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ ഒരു സ്റ്റീറിംഗ് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ എടുത്തു പറയത്തക്ക വണ്ണം വണ്ടിക്കകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പെയിന്റ് ക്വാളിറ്റി, നല്ല പെയിന്റ് ക്വാളിറ്റി ആണ് വണ്ടി. കമ്പനി പെയിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റീപെയിന്റ് കാര്യങ്ങൾ, ഞാൻ റീപെയിന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വണ്ടി ടച്ചപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോ വേറെ ഇതിനകത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 3,400 രൂപ അല്ലെ? 3,400 രൂപ ഫുൾ ഫിനാൻസ് കയറും ഇതിനകത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വില കേട്ടാൽ തന്നെ നമുക്ക് അറിയാം 2019 മോഡൽ VXi ആണ്. ഫുൾ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി കാറാണ്.
വേണ്ടവർ നമ്മൾ നേരിട്ട് വന്നൊന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം തീരുമാനിച്ചാൽ മതി. ഫുൾ ഫിനാൻസ് വണ്ടി ഇനി വേണം, ഇഗ്നിസ് കൊടുക്കാം. മാരുതിയിൽ ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന വണ്ടി ഇഗ്നിസ് 2017 മോഡൽ ഇഗ്നിസ് സീറ്റ. ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വന്ന സെക്കൻഡ് ഓണർ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടി, ഫുള്ള് കമ്പനി സർവീസ്. 85,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. എങ്ങും കിട്ടാത്തവരൊക്കെ അതും ഞാൻ പറയട്ടെ, 4.5 ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് ഇട്ട്. 4 ലക്ഷം രൂപയ്ക്കോ? 4 ലക്ഷം രൂപ. പിന്നെ പുതിയ 7 ലക്ഷം രൂപ ഉണ്ട്. സീറ്റ് ഓപ്ഷൻ ആണ് ഇത്. അതായത് ബേസ് മോഡലോ മിഡിൽ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, സീറ്റ വേരിയന്റ് വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം അല്ല. ഇതിന് വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ഇൻഡസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിക്കലെ കൊണ്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സ് ഇപ്പൊ ലോങ്ങിൽ നിന്നുള്ളവരൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇൻഡസ് മോട്ടോഴ്സ് ഉണ്ട്, അല്ലെ മാരുതി അനീര ഉണ്ട്. എവിടെ വേണം നമുക്ക് അവരുടെ ഒപ്പം പോയി ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി കണ്ടല്ലോ, ഇത് മോഡൽ വരുമ്പോഴത്തേക്കും 2017 മോഡൽ പെട്രോൾ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. വണ്ടിയുടെ അലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിക്കകത്ത് എല്ലാം കമ്പനി അലോയും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ടയർ എല്ലാം ഏകദേശം ഒരു 90% ടയറും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതെല്ലാം കമ്പനി ടയർ തന്നെയല്ലേ? എല്ലാം കമ്പനി ടയർ തന്നെയാണ് വന്നേക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് ചെറിയ ചെറിയ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടില്ല, കമ്പനി സീറ്റ് കവർ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് എടുത്തു പറയാത്ത കാരണം ഉള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിലയാണ്. ഈ പറയുന്ന വില എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഈ 4,50,000 രൂപ വരാം. 4,50,000 രൂപ വരെയായി. അപ്പൊ ഈ വണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എടുത്തു, നല്ല ഒരു മുതലാണ്. പിന്നെ നിങ്ങൾ അവൈലബിലിറ്റി കൂടിയ ഒരു വണ്ടിയാണ് ഇഗ്നിസ്. മറ്റേ ആട് സിനിമ പോലെ വിജയിച്ചു വന്ന ഒരു വണ്ടിയാണ്. ഇത് ആദ്യം ഇറങ്ങിയപ്പോ അതിന്റെ ഷേപ്പ് കാര്യങ്ങളെ കണ്ട ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് അതായത് വണ്ടിയുടെ വീൽ ബേസ് കാര്യങ്ങള് സ്പേസ് വണ്ടി മറിയാല കൂടുതൽ അത് പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ഇഗ്നിസ് എടുത്തോണ്ട് പോവാ. നല്ലൊരു വണ്ടിയാണ്, ഓടിച്ചു നോക്കാം. അപ്പൊ ചെറിയ വിലക്ക് ഒരു ഇയോൺ കൊടുക്കാമല്ലോ. 2017 മോഡൽ ഇയോൺ എറാ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. 2,60,000 ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് കൂട്ടിയാൽ മതി. 2.5 രൂപ ഗ്യാരണ്ടി ആയിട്ട് ലോൺ കയറും കേട്ടോ. 2.5 രൂപ കിട്ടും. 2,60,000 രൂപയ്ക്ക് നീ വണ്ടി വിൽക്കുകയും കൊടുക്കാം. അപ്പൊ 10,000 250 കൊടുക്കാന്ന് എന്റെ കിടപ്പുണ്ട് കേട്ടോ. മോളില് 250 എല്ലാ സാധനവും കിടപ്പും. ഫൈനാൻസ് ഉള്ള എത്ര കയറും? 2 രൂപ ഗ്യാരണ്ടി ആയിട്ട് കയറും. 2 രൂപ 10,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 10,000 രൂപ വണ്ടി ഇറക്കാം. എന്റെ വണ്ടി. അപ്പൊ ഇത് എങ്ങനെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് മോഡൽ വരുന്ന 2017 വണ്ടിയോ? 2,60,000 രൂപയ്ക്ക് 2017 മോഡല് ഇയോൺ നിങ്ങൾക്ക് വേറെ 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഇങ്ങനത്തെ വണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഈ വണ്ടി ഇപ്പൊ 2,60,000 രൂപയ്ക്കാണ് നമ്മുടെ തലവൽപ്പുറം ഫ്ലൈവീസ് കിടക്കുന്നത്. വേണ്ടവർ പെട്ടെന്ന് വന്ന് ഓടിച്ച് നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. പെട്ടെന്ന് ഒരുപാട് ടി വി കൊടുത്തു വിടാട്ടോ. ആദ്യം വരെ 4 പേർക്ക് അല്ല 5 പേർക്ക് നിഷ്പക്ഷമായിട്ട് ഓരോ LED ടി വി വെച്ച് 32 ഇഞ്ചിന്റെ കൊടുത്തേക്കാം നമുക്ക്. ബാക്കിയുള്ള ഒരാൾക്ക് ഞെരക്കെടുപ്പിലൂടെ നമുക്ക് കൊടുത്തേക്കാം. ഞെരക്കെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തരൊക്കെ ഞെരക്കെടുപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഇത് 2021 മോഡലുണ്ട്. ലോ കിലോമീറ്റർ വണ്ടി, 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. 25,000 കിലോമീറ്റർ 25,000 എല്ലാം കിടപ്പുണ്ട്. 15 തൊട്ടുള്ള ആൾട്ടോയിലൂടെ അവൈലബിൾ ആണ്. 15 വേണം. 2017 ആൾട്ടോ വേണം തരാമല്ലോ. 2,60,000 രൂപ മോളിൽ കിടപ്പുണ്ട്. 2018 ആൾട്ടോ മാറിപ്പോയി. 2,60,000 രൂപ എവിടെയെങ്കിലും കിട്ടും. 2018 ആൾട്ടോ ഞാൻ കൊടുക്കും. അത് അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോന്ന്. ചെക്ക് ചെയ്യാനോട് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ആൾക്കാർ വിലയായിട്ട് നമ്മൾ പറയണ്ട. നമുക്ക് 3,75,000 രൂപ കൊടുക്കും. ഫൈനാൻസ് എത്ര കയറും? 3,000 രൂപ 3,000 രൂപയൊക്കെ ഫിനാൻസ് കയറും. 21 വണ്ടിയാണല്ലോ. അപ്പൊ ഒരു 10, 25 രൂപ 30 രൂപ എടുക്കാം. അപ്പൊ 2021 മോഡൽ വണ്ടിയാണ്. മോഡൽ കൂടിയ വേണമെന്നുണ്ടെങ്കിൽ മോഡൽ കൂടിയ ഓട്ടതായ കിടക്കുന്നു. വരിക, നോക്കുക, ഇഷ്ടപ്പെടുക, എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബാക്കി പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ട് നീറ്റായിട്ട് നമ്മുടെ ഫ്ലൈവീൽസ് ടീം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. സ്വിഫ്റ്റ് വേണോ? 2014 മോഡൽ പെട്രോൾ. 2014 മോഡൽ പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. നേരത്തെ ഒരെണ്ണം കാണിച്ച തേർഡ് ഓണർ ആണെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ വണ്ടി VXI ഓപ്ഷൻ തന്നെ. ഓക്കെ, വലിയ വില ഞാൻ കൂടുതൽ ചോദിക്കില്ല. 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. എത്ര വരെ ഫിനാൻസ് കയറും? ഇതൊക്കെ 3.25 കണ്ണും കൂട്ടി കയറും. 3.25 50 രൂപ ചോദിക്കാം നമുക്ക്. നല്ല ഇതായിട്ട് പറഞ്ഞ 3.25 എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ വേണ്ട കുട്ടാ. എന്നാലും നമ്മളൊരു ഇതില്
പറഞ്ഞു വിടുന്ന ഞാൻ പറയുന്നതാണ്. എല്ലാരും ചിലരുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയാണല്ലോ ഫിനാൻസ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ട്രാക്ക് എങ്ങനെയുണ്ട്? ട്രാക്ക് കാര്യങ്ങള് നമ്മുടെ ബാധ്യതകളെല്ലാം നോക്കിയിട്ടാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും 3,300 രൂപ കണ്ണും പൂട്ടി കയറാനാണ്, എല്ലാവർക്കും കയറുന്ന എമൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ പക്കാ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, ആ ഒരു ക്വാളിറ്റി ഇതിന് എപ്പോഴും ഉണ്ട്. ഓക്കെ. ടച്ച് സ്ക്രീൻ ഇല്ല, മറ്റേ സ്റ്റീരിയോ ഇരിപ്പുണ്ട്, സെറ്റ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ടയേഴ്സ് ഏകദേശം ഒരു 70 to 80% നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുള്ള 4 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും കുറയ്ക്കാവോ ഇതിനകത്ത്? ഞാനും കൂടെ 4 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും കുറച്ച് നമ്മൾ രണ്ടുപേരുടെയും ചാനലിലൂടെ മാക്സിമം വില ഓർത്തടിച്ച് വിടുന്നതാണ്. ഓക്കെ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ റേറ്റ് ഞാൻ വണ്ടികൾക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ. ചില വണ്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ ഈ ചാനലിൽ മാക്സിമം എല്ലാ വണ്ടികൾക്കും നമ്മൾ കുറച്ചാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇവന് ഞാൻ ചെയ്തില്ല, പിന്നെ ആർക്കാ ചെയ്യണം. വാ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി നമുക്ക് ഇനി ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ഐറ്റം കാണിച്ചാലോ? ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ഐറ്റം പറഞ്ഞോളൂ. 2017 മോഡല്. 2017 മോഡൽ വണ്ടി. ഗ്രാൻഡ് ഐറ്റം ഓട്ടോമാറ്റിക് 4,000 രൂപ ഇത് കൊടുത്തേക്കാം. 4,400. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപാകത കാര്യങ്ങളൊന്നും ഇല്ല. 67,000 കിലോമീറ്ററോടെ വണ്ടി. ഓട്ടോമാറ്റിക് 67,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. 1.2 കാപ്പ എഞ്ചിൻ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ. ഇതൊക്കെ ഹൈ ക്വാളിറ്റി. ഒന്ന് വാഷ് ചെയ്തിട്ടാണ് പിന്നെ കൊടുക്കും. ഈ സൈഡിൽ കിടക്കാൻ നേരത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ കിടക്കണോണ്ടാ. പോളിഷ് ചെയ്തിട്ടേക്കണ വണ്ടിയാവനെ. ഓക്കെ. അപ്പൊ കൊള്ളാം, വണ്ടി നല്ല കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നോക്കി നേരിട്ട് കണ്ടിട്ട് എന്റെ അസംഷൻ അല്ല, ഇവന്റെ അസംഷൻ അല്ല, നിങ്ങളുടെ അസംഷൻ അല്ലടാ. ആരെ നമ്മൾ ഇതായിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളു. ഇപ്പൊ പലരും ഞോങ്ങിന്ന് വന്നവരുണ്ടാവും, ചിലർ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്, വർക്ക്ഷോപ്പുകാരെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ പറയാനില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ട് തന്നെ വന്ന് ബോധ്യപ്പെട്ട് ചെക്ക് ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട്. ഇനി അത് കൂടാണ്ട് മെക്കാനിക്കിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ മാരുതിയുടെ വണ്ടികളും കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ തൊട്ടിപ്പുറത്ത് മാരുതിയുടെ ഷോറൂം ഉണ്ട്, തൊട്ടിപ്പുറത്ത് മഹീന്ദ്രയുടെ ഷോറൂം ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ടൊയോട്ടയുടെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ധാരണ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തില്ല, എറണാകുളം കോട്ടയത്താണ് നമ്മുടെ ഷോറൂമുകൾ വന്നത്. അവിടെയും പോയി ചെക്ക് ചെയ്തെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തരുന്നുണ്ട്. 100% ഗ്യാരണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മാക്സിമം വില കുറച്ച് വണ്ടി വന്ന് ഓടിച്ച് നോക്കി നിങ്ങൾക്ക് തൃപ്തി ആയതിനു ശേഷം മാത്രം നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഇത് ഗ്യാരണ്ടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ വണ്ടികളും ക്വാളിറ്റി വണ്ടികളും മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എടുക്കാനാണ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതെ, നല്ല വണ്ടികൾ കിട്ടാനാണ് പാട്. ചെറിയ ഈ വണ്ടി വേണേ കൊടുത്തേക്കാല്ലേ. 2010 മോഡല് 11 മോഡൽ ഐറ്റുണ്ട്. 11 മോഡൽ ഐറ്റം. ചെറിയ വില 1,35,000 രൂപ കൊടുത്തേക്കാം. 1,35,000 രൂപ. 2010 വണ്ടിയാണ്, 11 വണ്ടി അല്ലേ? 1,35,000 രൂപയ്ക്ക് അല്ലേ? അത് തന്നെ. ഓക്കെ. പെട്രോൾ വണ്ടി. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് 11 വണ്ടി അല്ലേ? ഓക്കെ. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങള്, സീറ്റ് കവർ ഫ്രണ്ട് അല്ല, സീറ്റ് കവർ ചെയ്തിട്ടില്ല. വണ്ടിയുടെ ടയർ ഏകദേശം ഒരു, ഈ പുറകിലത്തെ ടയർ ശകലം കുറവാണ്, ഫ്രണ്ടിലത്തെ ടയറും ശകലം കുറവാണ്. അല്ല, ഫ്രണ്ട് ടയറുണ്ട്, ഫ്രണ്ട് പുതിയ ടയറാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു 90% ഫ്രണ്ട് ടയർ കിടപ്പുണ്ട്. അപ്പൊ 1,35,000 രൂപ അല്ലേ? ഇത് ഫൈനാൻസ് കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇതൊക്കെ ഫിനാൻസ് കിട്ടും. ഇത് ഫൈനാൻസ് കിട്ടും. ഇതൊക്കെ ഒരു കണ്ണും പൂട്ടി ഫിനാൻസ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ എന്താ ഞാൻ കാണിച്ചൊന്ന് കൊടുത്തേക്കാരോ. അപ്പോൾ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ? ഓക്കെ. കുഴപ്പമില്ല. 2015 ആ ഒരു പുതിയത് ചെയ്യണം. 2015 ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഫൈനാൻസ് കിട്ടുമോ? ഇതിന് ഫിനാൻസ് കിട്ടും. ഓക്കെ. ഇതിന് ഫിനാൻസ് കിട്ടും. ആർക്ക് വേണം കിട്ടുമോ? ആർക്ക് വേണം കിട്ടുമെന്ന് വെച്ചാൽ ലാൻഡ് ടാക്സ് കാര്യങ്ങൾ ഉള്ളവർക്ക് അങ്ങനെയല്ല, അതായത് ഇപ്പൊ അവരുടെ പേരിൽ ഇല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ ഇപ്പൊ ആരെങ്കിലും കൂട്ടുകാരോ ഫ്രണ്ട്സോ കസിൻസോ സ്വന്തക്കാരോ റിലേറ്റീവ്സോ ആരും ആയിക്കോട്ടെ, ഗ്യാരണ്ടർ ആയിട്ട് ഉള്ള ഒരാൾക്ക് ലാൻഡ് ടാക്സ് ഉള്ള ഒരാൾ ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആർക്കും മിനിമം ഏജ് ലിമിറ്റ് വരുന്ന എത്ര, അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിനകത്ത്? മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 23 വയസ്സൊക്കെ തൊട്ടുള്ളവർക്കാണ് മാക്സിമം ഫിനാൻസ് കിട്ടുന്നത്. അതിപ്പം ഒരു 65 വയസ്സ് 70 വയസ്സ് വരെ ഉള്ളവർക്ക്, 65 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് കിട്ടും. അപ്പൊ 65 വയസ്സ് കഴിഞ്ഞുള്ളവർക്കും കിട്ടും. കിട്ടിയാലും ഗ്യാരണ്ടർ നോക്കാവുന്നേ ഉള്ളൂ. 1 രൂപ 35,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഇതൊക്കെ ഫുള്ള് എനിക്ക് പറയാം. എല്ലാത്തിനും ഞാൻ എങ്ങനെയാ ഫുള്ള് പറയണം. ഒരു എന്തായാലും കിട്ടും. 35 രൂപയ്ക്കകത്ത് എന്തെങ്കിലും ശതമാനം കൂടെ കുറച്ച് കൊടുക്കുവോ? അങ്ങനെ എന്തെല്ലാം കൂടെ കുറച്ച് കൊടുക്കാം. ഇനി കുറയ്ക്കാനില്ല, നേരിട്ട് വന്ന് സംസാരിക്കാം. ഞാൻ ചെയ്തേ. കാരണം ഇതൊക്കെ ഇവിടെ ചോദിക്കണവർ ഇതല്ല, നമ്മുടെ വീഡിയോസ് കണ്ടുവന്നവർക്ക് മാത്രം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചോദിക്കണവന്. ഇവിടെ വന്ന ഒരാളാണ് ഈ വണ്ടിക്ക് ഞാൻ ചോദിക്കുന്ന പോലെ 1.5 രൂപ തന്നെ. നമ്മളെ വീഡിയോസിലൂടെ മാക്സിമം കണ്ടുവരുന്ന എല്ലാവർക്കും നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കണതാണ്. ഇത് അന്നൊരാൾക്കും വെറുതെ ആയിട്ട് തോന്നുന്നില്ലല്ലോ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരല്ലേ. അതുകൊണ്ട് മാക്സിമം ഓഫർ ഇട്ട് പറഞ്ഞേക്കണ റേറ്റ്. വണ്ടികൾക്കെല്ലാം ഞാൻ ഓഫർ റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു വണ്ടിക്ക് ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല. ആൾട്ടോ 2012 ആൾട്ടോ ഉറപ്പുണ്ട്. ഇവിടെ സ്ഥലം ഇല്ലാണ്ട് ഇപ്പൊ അപ്പുറത്തോട്ട് മാറ്റിയിട്ടേക്കണാണ്. അത് നമുക്ക്
1,75,000 രൂപ കൊടുക്കാവുന്ന വണ്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഷോറൂമിൽ ഏറെക്കുറെ ഈ ഷോറൂമിൽ ഓൾമോസ്റ്റ് വണ്ടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോറൂമിൽ ചെയ്യാത്തത് അഡ്വാൻസ് ആയി കിടക്കുന്ന വണ്ടികളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഷോറൂമിലെ ഏറെക്കുറെ എല്ലാ വണ്ടികളും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ 2 എണ്ണമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. പിന്നെ എന്റെ പുതിയ ചാനൽ അതെ, ഇവന്റെ പുതിയൊരു ചാനൽ 2 പ്രാവശ്യമായി ഞാൻ ചാനൽ തുടങ്ങണം, സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മളെ തുടങ്ങിയിട്ടാണ് വിളിച്ചത്. ചാനലിൽ തുടങ്ങിയ ഒരു വീഡിയോ വിളിച്ചത് അമീൻ ഫ്ലൈ വീൽസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലും കാണാം. അതിൽ ഇനി എല്ലാ വണ്ടികളുടെ നമ്മളെല്ലാ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കും. ഓരോ വണ്ടികളുടെയും, അതായത് ഇതിപ്പോ നമുക്ക് ഇത്രയും വണ്ടികൾ കവർ ചെയ്യാൻ ആപ്പാടെ 30 മിനിറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ചാനലിലൂടെയാണ് ഓരോ വണ്ടി എനിക്ക് സ്പെസിഫൈ ചെയ്ത് എനിക്ക് എടുത്ത് ഒരു 5 മിനിറ്റിന്റെ 1 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ ഒക്കെ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി പറയാൻ പറ്റും. അപ്പൊ അതും കാണാനായിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടണും